നമസ്കാരം. 24-ലെ പൊൻകിരണത്തോട് വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ ഉടനടി പൊൻകിരണത്തിന് അറിയേണ്ട കാര്യം നിങ്ങൾ ഇടത് സഹയാത്രികനാണോ എന്ന്. ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണല്ലോ. എന്തിനെങ്കിലും ഒരു മാർക്കറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ സംവിധാനങ്ങളെ എത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം ആക്ഷേപിക്കാൻ കേരളത്തിലെ മാപ്രകൾക്ക് വല്ലാത്ത ഉത്സാഹമാണ്. അതേപോലെ കേരളത്തിലെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയുടെ പേര് വെച്ചവർ വാർത്ത കൊടുക്കുമോ? അതൊരിക്കലുമില്ല. അത് കച്ചവടമാണ്. ഇത് സർക്കാർ മേഖലയിൽ നമുക്ക് പൈസയൊന്നും കിട്ടില്ല. നമ്മൾ അതുകൊണ്ട് സ്വകാര്യ മേഖലയെ സപ്പോർട്ട് ചെയ്യും, സർക്കാർ മേഖലയെ എഴുതും. അങ്ങനെയാണ് 24-ലെ പൊൻകിരണത്തിനെ ഒരാൾ നേരിട്ട് വിളിച്ചിട്ട് എങ്ങനെയാണ് ഈ കാലിലെ കമ്പി കയ്യിലിട്ടു എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നു എന്നൊരു സംശയം ചോദിച്ചപ്പോഴാണ് പൊൻകിരണം ചോദിക്കുകയാണ്, നിങ്ങൾ ഇടത് സഹയാത്രികനാണോ? ഗവൺമെന്റ് ആശുപത്രികളെ താറടിച്ച് കാണിക്കാനായിട്ട്. ഇതാരാണത്? എന്റെ പേര് മാഗ്നസ് എന്നാ. ഞാൻ ഇപ്പൊ ഒരു വാർത്ത കേട്ടു. കാലിൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഉപയോഗിക്കേണ്ട കമ്പി അത് കയ്യിലിട്ടെന്നാണ് നിങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ വാർത്ത കൊടുത്തല്ല, അത് അവര് പറഞ്ഞ ആര് രോഗി പറഞ്ഞോ? രോഗിയുടെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞ ബൈറ്റ് അയച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സാമാന്യ രോഗിയുടെ അമ്മ പറഞ്ഞു, ശരി, അവർക്ക് മെഡിക്കൽ രംഗത്തുള്ള അവരുടെ അറിവില്ലായ്മ പോലെ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ അത് കൊടുക്കാനായിട്ട് നിങ്ങൾ അതിന്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറിനോട് നിങ്ങൾ ചോദിച്ചോ? ചികിത്സിച്ച ഡോക്ടറോടോ ചോദിച്ചോ ഈ കാലിലിടേണ്ട കമ്പിയാണോ കയ്യിലിട്ടതെന്ന് ചോദിച്ചോ? ഒന്ന് കേൾക്കൂ സർ. രാത്രി അടിയന്തര സർജറി വേണമെന്ന് ഈ രോഗിയോട് പറഞ്ഞു. അങ്ങനെയാണ് കമ്പി മാറിയ കാര്യം അറിയുന്നത്. ഡോക്ടർമാരിന്ന് വാർത്താ സമ്മേളനം കമ്പി മാറിയെന്നാണ് ഇപ്പൊ ഹാഷ്മി ഇപ്പോഴും പറയുന്നത്. ഒന്ന് കേൾക്കൂ സർ. ഈ ഡോക്ടർമാർ വാർത്താ സമ്മേളനം നടത്തി പറയുമ്പോൾ അതിന് മെഡിക്കൽ ടൈംസ് നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റൂ? അതിന് അപ്പൊ ഈ ഡോക്ടർമാരുടെ സാങ്കേതികത്വമാണോ താങ്കൾ കേൾക്കുന്നത്? രോഗിയുടെ അമ്മയുടെ കണ്ണുനീരാണോ താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്? കണ്ണുനീരിനല്ല ഞാൻ പ്രാധാന്യം. ഞാൻ വാർത്ത അറിയാനായിട്ടാണ് നിങ്ങളുടെ മാധ്യമങ്ങൾ കാണുന്നത്. എനിക്ക് കണ്ണുനീരിന്റെ വിലയല്ല, എനിക്ക് വാർത്തയുടെ വസ്തുതയാണ് അറിയേണ്ടത്. കണ്ണുനീരിന്റെ സെന്റിമെന്റൽ വാല്യൂ അല്ല എനിക്ക് വേണ്ടത്, വാർത്തയുടെ പ്രാധാന്യമാണ് അറിയേണ്ടത്. ഇടതുപക്ഷ സഹയാത്രികനാണോ സർ? അല്ല, എനിക്ക് വാർത്തയുടെ സെന്റിമെന്റൽ വാല്യൂ അല്ല എനിക്ക് അറിയേണ്ടത്, വാർത്തയുടെ നിജസ്ഥിതിയാണ് അറിയാനായിട്ടാണ് ഞാൻ താങ്കളുടെ ചാനലിനെ ആശ്രയിക്കുന്നത്. രോഗിയുടെ അമ്മയ്ക്ക് ശരി, കണ്ണുനീർ അല്ല, അത് വാർത്തയെ സംബന്ധിച്ച് കൃത്യമായി അവർക്കറിയേണ്ടത് വസ്തുതയാണ്. കണ്ണീർ കടൽ, അതായത് എന്ത് കാര്യത്തിനും നമുക്ക് ഉടായ്പ് കാണിച്ചതിന് ശേഷം കണ്ണീർ ഇറക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണീരിനോടൊപ്പമാണ്. വസ്തുത അറിയേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ തന്നെ ഇരിക്കട്ടെ, കാലിലിടുന്ന കമ്പി എങ്ങനെയാണ് കയ്യിലിട്ടതെന്നൊരു സ്വാഭാവിക ചോദ്യം പോലും അവിടുത്തെ മാപ്രകൾക്ക് ഇല്ലാതെ പോകുന്നിടത്ത് ഒരു സിസ്റ്റത്തെ മുഴുവൻ മോശമാക്കാൻ, ആ സംവിധാനം മുഴുവൻ അത് മോശമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അതിനെ തകർക്കണം, എന്നിട്ട് അവിടുത്തെ സ്വകാര്യ കുത്തകകളെ വളർത്തണം. ഇതാണിപ്പോ ഇവർ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നേരത്തെ 22-23% ആൾക്കാർ മാത്രമാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ആശ്രയിച്ചിരുന്നത്. 8 വർഷത്തെ ഈ സർക്കാരിന്റെ ഭരണത്തെ തുടർന്ന് 53% വർദ്ധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വകാര്യ മേഖലയിലെ കച്ചവടം കുറഞ്ഞു വരികയാണ്. അതിനെ എന്ത് ചെയ്യണം? എങ്ങനെയും പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം. അത് നമ്മുടെ കൂടി പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. സർക്കാർ മേഖലയെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ വാർത്തകൾ കൊടുത്ത് അത് മോശമാണ്, അങ്ങോട്ട് പോകരുത്, നിങ്ങൾ സ്വകാര്യ മേഖലയെ കൂടുതൽ ആശ്രയിക്കൂ, അവിടെയാണ് ഗംഭീരം. കാര്യം അവിടെ വേണ്ടത്ര പരിശീലനമോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും കുഴപ്പമില്ല, വാർത്ത വന്നാൽ അത് പുറം ലോകം അറിയില്ല. നിങ്ങളുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ മതി. അതിനെ സംബന്ധിച്ച് വാർത്തയുടെ വസ്തുത അറിയാൻ വേണ്ടിയാണ് പൊൻകിരണത്തെ നേരിട്ട് വിളിച്ചത്. അപ്പോഴാണ് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന പൊൻകിരണത്തിന് ഇപ്പൊ ഇവിടെ നീതിയുടെ കാര്യം അറിയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് കണ്ണീരിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇതുകൊണ്ടാണല്ലോ പറയേണ്ടി വരുന്നത്, ഇവനൊക്കെ ഈ നൂറ്റാണ്ടിലല്ല അടുത്ത നൂറ്റാണ്ടിൽ പോലും എന്താകാൻ യോഗ്യതയില്ലാത്തവരാണ്, മാധ്യമ പ്രവർത്തകരാകാൻ യോഗ്യതയില്ല. വല്ല രാഷ്ട്രീയ പണിക്ക് പൊയ്ക്കൂടെ? പഴയ SFI കാരനെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ സുരേഷ് ഗോപി പറയും, ചട്ടി മറിയ പറയും, ഞങ്ങളെല്ലാം പഴയ SFI കാരാണെന്ന്. ഈ SFI എന്ന് പറയുന്നത് ആ ക്യാമ്പസിൽ ഇവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽപ്പിന് വേണ്ടി എങ്ങാണ്ട് പോയി അതിനോടൊപ്പം പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് ആ ഒരു ലൈൻ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ്, ഇടതുപക്ഷത്തെ വിമർശിക്കുന്നു എന്ന രീതിയിൽ ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കിടയിൽ വലിയ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലേബൽ വെച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തന സ്ഥാപനങ്ങൾക്കകത്ത് പ്രത്യേക മാർക്കറ്റ് സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തിയോട് ഒരു അഭിദേകാംക്ഷ അല്ലെങ്കിൽ ഈ ചാനലിന്റെ പ്രേക്ഷകർ നേരിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. എത്രമാത്രം വിവരവും വകതിരിവും ഉണ്ടെന്ന് നോക്കൂ. ഇടതുപക്ഷ സഹയാത്രികന് മാത്രമേ ഇത്തരം സംശയം ഉണ്ടാകാവൂ. ഒരു വാർത്ത കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് അന്വേഷിച്ചാൽ അവരോട് ചോദിക്കുന്ന സംശയമാണ്, നിങ്ങൾ ഇടത് സഹയാത്രികനാണോ എന്ന്. ഇടത് സഹയാത്രികൻ തന്നെ ആയിക്കോട്ടെ,
അവർക്ക് നിങ്ങളടുത്ത് സംശയം ചോദിച്ചാൽ അതിനെ ദൂരീകരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ പൊൻകിരണത്തിനില്ലേ? പൊൻകിരണം മറ്റേ മുണ്ടുപൊക്കിക്കൊക്കെ നീതി ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആ പ്രവർത്തനം അതെന്തേ ഈ നാട്ടിൽ ഈ സർക്കാർ മേഖലയിലുള്ള സംവിധാനങ്ങളോട് നീതി വേണ്ടേ? സ്വകാര്യ മേഖലയോട് നീതി മതിയോ? അത് വളർന്നാലേ ഞങ്ങളുടെ പോക്കറ്റ് നിറയൂ എന്നുള്ളത് കൊണ്ട് സർക്കാർ മേഖലയെ തകർക്കുക, സാധാരണക്കാരന്റെ പോക്കറ്റ് കീറ അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഒന്നോ രണ്ടോ ചെറിയ പിഴവുകളെ, ചെറിയ പിഴവല്ല, കോഴിക്കോടുണ്ടായ ഒരു സംഭവം വലിയ പിഴവ് തന്നെയാണ്, അതിനെ പർവ്വതീകരിക്കുക. ഇതൊരു സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ വച്ച നാവ് എടുക്കുമായിരുന്നു. അപ്പോ ഈ ന്യായീകരണമൊക്കെ നല്ലതാണ്, വാർത്ത കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ കാലിലിടേണ്ട കമ്പി കയ്യിലിട്ടു എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അത് ആ പരാതിക്കാർ പറഞ്ഞെങ്കിൽ ആ പരാതിക്കാരെ തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അതിൽ മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ അന്വേഷിക്കുന്ന നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോ കോഴിക്കോടുണ്ടായ മറ്റൊരു സംഭവത്തിൽ തന്നെ കുട്ടിയുടെ വിരലുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട്, ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെടലുണ്ടാകും. പക്ഷേ അതിന്റെ മറ പറ്റിക്കൊണ്ട് ഇവിടുത്തെ സ്വകാര്യ ഹോസ്പിറ്റൽ ലോബിയുണ്ട്, അവരിറക്കുന്ന കുറെ നാടകകൃത്തുക്കൾ ഉണ്ടാകും. അവരെ മുൻനിർത്തിക്കൊണ്ട് വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഒരു സിസ്റ്റത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ചോദ്യം ഉയരും. മറുവശത്ത് ഇത് കണ്ടിട്ട് വിഷമം ഉണ്ടാകുന്നവർ വിളിച്ച് ചോദിക്കും. അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പൊൻകിരണത്തിന് ഇല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. പിന്നെ പൊൻകിരണത്തിന്റെ സ്വഭാവം അറിയാലോ, PCR ഇരിക്കണവന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയ എവിടെ നിന്ന് എണീറ്റ് വന്ന ഈ ആറ്റിറ്റ്യൂഡ് കാരണമാണ്. അതാണ് പൊൻകിരണം. എന്നിട്ട് ബാക്കിയുള്ളവരടുത്തെല്ലാം ഈ ചോദ്യം ചോദിച്ചാൽ ഇടത് സഹയാത്രികനാണോ എന്ന് ചോദിക്കുന്നത് ഒരുതരം വിനൂവി ജോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയവന്മാരാണ്. കാര്യം ആ ഭജന സംഘത്തിലുള്ളവരെല്ലാം ഈ രീതിയിലാണ്. എന്ത് എതിർ ചോദ്യം ഉണ്ടായാലും ഇതെല്ലാം ഇടതുപക്ഷക്കാരാണ് അല്ലെങ്കിൽ കമ്മികളാണെന്ന് തോന്നുന്നത് ഒരുതരം മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഗവൺമെന്റ് ആശുപത്രികളെ താറടിച്ച് കാണിക്കാനായിട്ട് ഇതാരാണത്? എന്റെ പേര് മാഗ്നസ് എന്നാ. ഞാൻ ഇപ്പൊ ഒരു വാർത്ത കേട്ടു, കാലിൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഉപയോഗിക്കേണ്ട കമ്പി അത് കയ്യിലിട്ടെന്നാണ് നിങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ വാർത്ത കൊടുത്തല്ല, അത് അവര് പറഞ്ഞ ആര് രോഗി പറഞ്ഞോ? രോഗിയുടെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞ ബൈറ്റ് അയച്ചുതരാം. അപ്പൊ നിങ്ങളുടെ സാമാന്യ രോഗിയുടെ അമ്മ പറഞ്ഞു, ശരി, അവർക്ക് മെഡിക്കൽ രംഗത്തുള്ള അവരുടെ അറിവില്ലായ്മ പോലെ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ അത് കൊടുക്കാനായിട്ട് നിങ്ങൾ അതിന്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറിനോട് നിങ്ങൾ ചോദിച്ചോ? ചികിത്സിച്ച ഡോക്ടറോടോ ചോദിച്ചോ? ഈ കാലിലിടേണ്ട കമ്പിയാണോ കയ്യിലിട്ടതെന്ന് ചോദിച്ചോ? ഒന്ന് കേൾക്കൂ സർ. രാത്രി അടിയന്തര സർജറി വേണമെന്ന് ഈ രോഗിയോട് പറഞ്ഞു. അങ്ങനെയാണ് കമ്പി മാറിയ കാര്യം അറിയുന്നത്. ഡോക്ടർമാരുന്ന് വാർത്താ സമ്മേളനം കമ്പി മാറിയെന്നാണ് ഇപ്പൊ ഹാഷ്മി ഇപ്പോഴും പറയുന്നത്. ഒന്ന് കേൾക്കൂ സർ. ഈ ഡോക്ടർമാർ വാർത്താ സമ്മേളനം നടത്തി പറയുമ്പോൾ അതിന് മെഡിക്കൽ ടൈംസ് നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റൂ? അതിന് അപ്പൊ ഈ ഡോക്ടർമാരുടെ സാങ്കേതികത്വമാണോ താങ്കൾ കേൾക്കുന്നത്? രോഗിയുടെ അമ്മയുടെ കണ്ണുനീരാണോ താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്? കണ്ണുനീരിനല്ല ഞാൻ പ്രാധാന്യം. ഞാൻ വാർത്ത അറിയാനായിട്ടാണ് നിങ്ങളുടെ മാധ്യമങ്ങൾ കാണുന്നത്. എനിക്ക് കണ്ണുനീരിന്റെ വിലയല്ല, എനിക്ക് വാർത്തയുടെ വസ്തുതയാണ് അറിയേണ്ടത്. കണ്ണുനീരിന്റെ സെന്റിമെന്റൽ വാല്യൂ അല്ല എനിക്ക് വേണ്ടത്, വാർത്തയുടെ പ്രാധാന്യമാണ് അറിയേണ്ടത്. ഇടതുപക്ഷ സഹായത്തിനാണോ സർ? അല്ല, എനിക്ക് വാർത്തയുടെ സെന്റിമെന്റൽ വാല്യൂ അല്ല എനിക്ക് അറിയേണ്ടത്, വാർത്തയുടെ നിജസ്ഥിതി അറിയാനായിട്ടാണ് ഞാൻ താങ്കളുടെ ചാനലിനെ ആശ്രയിക്കുന്നത്. രോഗിയുടെ അമ്മയ്ക്ക് കണ്ണുനീരിന്റെ സെന്റിമെന്റൽ കണ്ണുനീർ അല്ല, അത്